പൈസ കൊടുത്തത് മോശമായി പോയി, ആവശ്യമായ അന്വേഷണം നിങ്ങൾ നടത്തിയില്ല, അതുകൊണ്ട് നിങ്ങളുടെ കാശ് പൊക്കോട്ടെ എന്ന മനോഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനില്ല. ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ വിശ്വസിക്കപ്പെടുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ഒരു കാര്യവുമായി വരുമ്പോൾ അവർക്ക് ഔദ്യോഗിക സ്ഥാനമുണ്ട്. അവരുടെ ഔദ്യോഗിക സ്ഥാനമായ CDS ചെയർപേഴ്സൻ്റെ റൂം ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുവാനും ഒക്കെ ചെല്ലുന്ന സമയത്ത് ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം നിങ്ങൾ എങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള ചിന്തയല്ല. സമൂഹത്തിൽ കബളിപ്പിക്കലിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനെതിരെ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനമെന്ന നിലയിലാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മീറ്റിംഗ് കൂടണം എന്ന് തീരുമാനിക്കാനുണ്ടായ സാഹചര്യം. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി 2 വീലറുകൾ പകുതി വില സർദാർ പട്ടേലിൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ട് ഒരുക്കുന്ന സംരംഭത്വ വികസന പരിപാടിയുടെ ഭാഗമായി 2 വീലറുകൾ പകുതി വിലയ്ക്ക് ലഭ്യമാകുന്നു. വെറും 50% ഗുണഭോക്തൃ വിഹിതത്തിൽ 2 വീലർ നൽകുന്ന പദ്ധതി നമ്മുടെ കോട്ടയം ജില്ലയിലേക്കും നമ്മുടെ പഞ്ചായത്തിലേക്കും വ്യാപിപ്പിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്നു. ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ വിവിധ കമ്പനികളുടെ സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട്, ക്രൗൺ ഫണ്ട് തുടങ്ങിയ മാർഗങ്ങളുടെ 50% തുക സമാഹരിക്കുകയും അതുവഴി ഉപഭോക്തൃ വിഹിതമായ 50% തുകയ്ക്ക് 2 വീലറുകൾ സ്ത്രീകൾക്ക് ലഭ്യമാക്കുക എന്നാണ് പദ്ധതിയുടെ ഉദ്ദേശം. ഈ പദ്ധതിയുടെ പ്രയോജനം നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സ്ത്രീ ശാക്തീകരണം കേന്ദ്ര സർക്കാർ സർദാർ പട്ടേൽ എന്ന് വരുമ്പോൾ ആർക്കും ഒരു സംശയം തോന്നേണ്ട കാര്യമില്ല. ഈരാറ്റുപേട്ട സീഡിൻ്റെ ആയിട്ട് അതിൻ്റെ കോർഡിനേറ്റർമാരെ നിശ്ചയിച്ചുകൊണ്ട് അവരുടെ ഒരു ഉത്തരവുണ്ട്. അതിനകത്ത് ജെസ്സി അഗസ്റ്റിൻ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ പൂഞ്ഞാർ പഞ്ചായത്തിൻ്റെ, കുഞ്ഞുമോൾ തോമസ് തലപ്പുലം, ബിന്ദു രാജപ്പൻ പൂഞ്ഞാർ സൗത്ത്, ജയകുമാരി തിടനാട്, ലിൻസി സെബാസ്റ്റ്യൻ തലനാട്, ജോളി സാം മൂന്നിലവ്, റജീഷ ഈരാറ്റുപേട്ട, ഷേർലി ഡേവിഡ് തീക്കോയി എന്നീ കോർഡിനേറ്റർമാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സ്കൂട്ടറിൻ്റെ ടാക്സ്, ഇൻഷുറൻസ് എന്നിവ ഗുണഭോക്താവ് അടയ്ക്കേണ്ട വിഹിതത്തെ സംബന്ധിച്ചും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കണ്ടിട്ടാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ അംഗമായി ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂസഫ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ മാസത്തിൽ തന്നെ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു, ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ കേന്ദ്ര ഓഫീസായ മൂവാറ്റുപുഴയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇട്ട അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പത്രവാർത്ത വന്നത്. അതനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ തന്നെ ഫ്രീസ് ചെയ്തതാണ് ഗവൺമെൻറ്. അതിനുശേഷമാണ് പലരും പണം അടച്ചുമൊക്കെ ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം ഈ തട്ടിപ്പിന് ഇരയായവരാരും CPMന് ഭാവിയിൽ വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ല. പാർട്ടിയുടെ ഏതെങ്കിലും കുടിപിടിക്കാൻ വരണമെന്ന പാർട്ടിക്ക് ആഗ്രഹമില്ല. പക്ഷേ ഈ സമൂഹത്തിൽ, കേരള സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നവകേരള സമൂഹമാണ്. ആ നവകേരള സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാവിധ സഹായം ചെയ്തു കൊടുക്കേണ്ടത് ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചുമതലയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് VN ശശിധരൻ, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോയി ജോർജ്, രമാമോഹൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ഇവർ പങ്കെടുക്കുന്നെന്ന് പറയാൻ കാരണം, ഈ 2 പേരും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളാകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഭരണം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ്. അതുവഴിയുള്ള സഹായം കിട്ടുന്നതിന് വേണ്ടിയും അഡ്വക്കേറ്റ് എന്ന നിലയിൽ നമ്മുടെ കാര്യങ്ങൾ ലീഗലായിട്ട് പോകണം. ലീഗലായിട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് പണം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഓരോ വ്യക്തികളും പരാതി കൊടുക്കണമോ അതോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കണമോ? പരാതി മാത്രം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ കാര്യമില്ല. പരാതി മാത്രം പോലീസ് സ്റ്റേഷനിൽ കൊടുത്താലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രതിക്കെതിരെ കേസ് തെളിയുന്ന സമയത്ത്, ക്ലെയിം കൊടുക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന സമയത്ത് പണം കിട്ടാൻ വഴിയുള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്കിവിടെ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പള്ളിമുറ്റത്ത് കൂടിക്കൊണ്ട് ഇങ്ങനെയൊരു യോഗം ഇവിടെ വിളിച്ചെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി
ഉള്ള പരിപാടികളാണ് വീണ്ടും അവരുടെ കൂടെയുള്ളവർ നടത്തുന്നത്. ഇന്നലെ ഒരു കൂട്ടം സ്ത്രീകൾ കട്ടപ്പനെ വെച്ച് പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ത്രീകൾ പറഞ്ഞത് ആർക്കും പണം പോകത്തില്ല, നമ്മുടെ അകത്ത് പോയി അനന്തു ഇങ്ങ് ഇറങ്ങി വന്നാൽ ഉടനെ കാശ് കിട്ടും എന്ന രൂപത്തിലാണ് അവർ പത്രസമ്മേളനം നടത്തിയത്. ഇപ്പോഴും ഇത് മുന്നോട്ട് പോകും എന്നുള്ള രൂപത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ ഇനിയും നമ്മളാരും കുടുങ്ങരുതെന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എല്ലാവിധ സഹായവും സഹകരണവും കിട്ടും. ലീഗലായിട്ട് തന്നെ അതിന് ആവശ്യമായ സംവിധാനം കൂടെ പാർട്ടി ആലോചിക്കും എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത്. അവിടെ കബളിപ്പിക്കപ്പെട്ടവർക്ക് മുഴുവനും നീതി ലഭിക്കുന്നോളം വരെ ഈ പ്രസ്ഥാനം ഉണ്ടാകും. ഈ 10 പേരേ ഉള്ളൂ എന്നുള്ളതല്ല നമ്മൾ നോക്കുന്നത്. ആര് വന്നാലും അവർക്ക് നീതി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ CDS ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ജെസ്സി അഗസ്റ്റിൻ അവിടുത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അംഗം കൂടിയാണ്. അത് പറയാൻ ഞാൻ കാരണം അപ്പോൾ അവർക്ക് അത്രയും കൂടുതൽ വിശ്വാസ്യതയുണ്ടല്ലോ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ചെയർപേഴ്സൻ്റെ റൂമിൽ വെച്ചാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ പോലും കബളിപ്പിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാരിൽ നിന്ന് ഈ കാശ് മേടിച്ച് അറിവിൽ 100ഓളം ആൾക്കാരിൽ നിന്ന് തുക പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ട് 4.5 കോടി രൂപ മാത്രമാണ് അയാളുടെ അക്കൗണ്ടിൽ കണ്ടെത്തിയിട്ടുള്ളൂ. ബാക്കി കാശ് എവിടെ പോയെന്നുള്ള കാര്യം അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചില പ്രദേശങ്ങളിൽ ഒരു ഫ്രിഡ്ജ് കൊടുത്തു, 10-15 പേർക്ക് കോഴി കൊടുത്തു. എൻ്റെ ബന്ധുവിന് സ്കൂട്ടർ കിട്ടിയെന്ന് പറഞ്ഞു. ആ സ്കൂട്ടർ കിട്ടിയ ബന്ധുവിൻ്റെ പേർക്ക് ആരെയും പറയാൻ പറ്റുമോ? ഇങ്ങനെ വാമൊഴിയായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ വാമൊഴി കാര്യങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കുറേ പേര് വന്ന് നിന്നിട്ട് അവർ തിരിച്ചുപോയി. അവിടെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനോട്ട് പോയാൽ കിട്ടുമെന്നുള്ള രൂപത്തിൽ അവിടെ കൂടുതൽ ആൾക്കാർ നിൽക്കുക. ഈ രൂപത്തിൽ അപ്പോഴൊരു കബളിപ്പിക്കലാണ് നടക്കുന്നത്. ഇപ്പം കബളിപ്പിക്കപ്പെട്ടവരെ വീണ്ടും കബളിപ്പിക്കുന്ന സമീപനമാണ് നാട്ടിൽ നടക്കുന്നതെന്നുള്ള കാര്യം കൂടെ തിരിച്ചറിവുണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യം സൂചിപ്പിക്കാനുള്ളത്. എല്ലാവരും ഏതാണ്ട് തുല്യ ദുഃഖിതരാണ് അല്ലേ? നമ്മൾ ഏതാണ്ടൊരു പകുതി വിലയ്ക്ക് നമുക്കൊരു വാഹനം കിട്ടും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാം അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അബദ്ധത്തിൽപ്പെട്ടത് തന്നെയാണ്, അതിനകത്തൊരു തർക്കവും വേണ്ട. ഇനിയിപ്പോൾ നമുക്കിതിൽ നിന്ന് എങ്ങനെ ഊരാം എന്നുള്ളതാണ് നമ്മുടെ മുൻപിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോഴും വീണ്ടും ഈ കുരുക്കിനകത്തേക്ക് വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയാവോ? ഒരാളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതിനെ പിന്നെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും അവരുടെ നേതൃത്വത്തിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ ഈരാറ്റുപേട്ട CIക്ക് കൊടുത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു നീതി കിട്ടും എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടാവില്ല, ഒരു തർക്കവും വേണ്ട. ഇപ്പം നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇന്നത്തെ പത്രത്തിനകത്തുണ്ട് ഏതാണ്ട് 400 കോടിയോളം രൂപയാണ് ഈ പലരിൽ നിന്നായിട്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സ്വർണം പണയം വെച്ചിട്ട് കൊണ്ട് അടച്ച ആളുകൾ വരെയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്കൊരു 2 വീലറെങ്കിലും ആവശ്യമാണ്, അത്ര തിരക്കിൽ മനുഷ്യർ ജീവിക്കുന്നതുകൊണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുൻപിലുള്ള ഇനി വിഷയം എന്ന് പറയുന്നത് പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ, ഞാൻ പൂഞ്ഞാറാണ് താമസിക്കുന്നത്, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ CDSൻ്റെ ചെയർപേഴ്സണാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. കൃത്യമായും CDS ചെയർപേഴ്സണോട് ജില്ലാ മിഷൻ ഓഫീസർ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. ഒരു കാരണവശാലും ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ CDSൻ്റെ ചെയർപേഴ്സൺ, CDSൻ്റെ മെമ്പർമാർ ആരും ഇതുമായി പ്രവർത്തിക്കരുത് എന്ന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താ, എല്ലാവരും എന്തെങ്കിലും സാമ്പത്തിക ലാഭത്തിൻ്റെ നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് കിട്ടിയ ഉത്തരവോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ മാനിക്കാതെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ മുമ്പിലുള്ള വിഷയം നിർബന്ധമായിട്ടും ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇപ്പോൾ ഇവിടെ ആലോചിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിൽ കൃത്യമായും CDS ചെയർപേഴ്സണെതിരെ ഒരു സമരം തന്നെ സംഘടിപ്പിച്ച് പിന്നെ ഈ നമ്മുടെ പരിധിയിലുള്ള ഇവിടെ 11 പഞ്ചായത്തുണ്ട് ഈ ഏരിയയുടെ കീഴിൽ, ആ 11 പഞ്ചായത്തിലെയും ഇങ്ങനെ വന്നിരിക്കുന്നിട്ടുള്ള ഹതഭാഗ്യരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കണം. ഇനി അതേ നമ്മുടെ മുൻപിൽ ഒരു മാർഗമുള്ളൂ. ഇവിടെ CI എന്ന് വിചാരിച്ചാൽ ആ കയ്യിൽ നിൽക്കുന്നതല്ല, അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം CMൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഇനി നമുക്കിതിനകത്തൊരു മാർഗമില്ല. ഇവിടെ ഒരു മാസ് പെറ്റീഷൻ തയ്യാറാക്കണം. ഇതിനകത്ത് പെട്ടിരിക്കുന്ന ആളുകളെല്ലാവരും നമ്മളോട് ഇങ്ങനെ വാക്ക് തന്നിട്ടാണ് നമ്മളെ ഇതിനകത്ത് കൊണ്ട് പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അബദ്ധവശാൽ ഇങ്ങനെ പെട്ടുപോയിരിക്കുന്നു, അതിൽ നിന്നൊരു മോചനം ഞങ്ങൾക്കിപ്പം ഇനി 60,000 രൂപ കൊടുത്തിട്ട് 1,20,000 രൂപയുടെ വാഹനം കിട്ടും എന്നുള്ളതല്ല, പൈസയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള സംവിധാനം
നമുക്കുണ്ടാവണം. അതാണല്ലോ നമ്മുടെ ആവശ്യം. അല്ലാതെ പൈസ കൊണ്ടുപോയവരോട് വാഹനം തരണമെന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ പണം തിരികെ കിട്ടണം. അപ്പം പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം വരാം. നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പോയി CM-നെ കാണാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പം ആരെ എന്നുള്ളത് നമുക്ക് ഇവിടുന്നോ തീരുമാനിച്ചിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഒരു നിവേദനം കൊടുക്കുക. അതുപോലെ തന്നെ പാലാ DYSPയുടെ കീഴിലെ നമുക്ക് ഈ പരാതി കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഒന്ന് തലപ്പലം, ഒന്ന് കൊഴുവനാൽ, പിന്നെ തലനാട് ഒക്കെ അല്ലേ. അപ്പോൾ ഈരാറ്റുപേട്ട സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതിനപ്പുറവുമുണ്ട്, മേലുകാവൊക്കെ വരുന്നുണ്ട്. അപ്പം പാലാ DYSPയുടെ കീഴിൽ വരുന്ന സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് പാലാ DYSPയെ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് തന്നെ കാണാൻ കഴിയുമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു പരാതിയൊക്കെ തയ്യാറാക്കണം. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളും ഒപ്പിട്ട്, നമുക്ക് പൈസ വേണമല്ലോ, വേണ്ടേ? അപ്പം നമ്മളതിൻ്റെ മുൻപിൽ നിന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. അപ്പം നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ഉച്ച കഴിഞ്ഞ് നമുക്ക് DYSPയെ കണ്ട് ഒരു പരാതി എന്നുള്ളത് ആദ്യത്തെ നടപടിക്രമം എന്നുള്ള നിലയിലേക്ക് നടത്താം. ബാക്കി പ്രാദേശികമായിട്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ആലോചിച്ച് അതാത് പ്രദേശങ്ങളിൽ, ഇപ്പോൾ പൂഞ്ഞാർ എന്താണ് ചെയ്യേണ്ടത്, തെക്കേക്കര എന്താണ് ചെയ്യേണ്ടത്, പൂഞ്ഞാർ CDSൻ്റെ ചെയർപേഴ്സണാണ്, ഒരു കാരണവശാലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് അടിയന്തരമായി തന്നെ അതിനകത്ത് ഇടപെടും. ഒരു തർക്കവും വേണ്ട. നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് അതിനൊരു തീരുമാനം, CDS ചെയർപേഴ്സൺ ഇങ്ങനെ പോകാൻ കഴിയില്ല, അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അത് ആ ഒരു കാര്യത്തിന് മാത്രമല്ല, നമ്മുടെ പണം തിരികെ കിട്ടണമെങ്കിൽ നമ്മൾ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിർബന്ധമായിട്ടും നമ്മൾ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ പണം തിരികെ കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതിന് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടുകയല്ല, SP ആയിട്ടോ DYSP ആയിട്ടോ ബന്ധപ്പെട്ട് നമ്മൾ അബദ്ധം പറ്റിയിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്ത് അവർക്ക് പണം തിരികെ കിട്ടാനുള്ള ഇടപെടൽ നടത്താൻ നിങ്ങളോടൊപ്പം നിൽക്കാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് ചെയ്യേണ്ടത്. പരാതി തയ്യാറാക്കണം, പരാതിയിൽ എല്ലാവരും ഒപ്പിടണം. മാസ് പെറ്റീഷനാണ്. ഒരു വ്യക്തിയെ വിളിച്ച് നിങ്ങൾ സ്റ്റേഷനിലേക്ക് വാ എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ആരും പേടിക്കണ്ട. ഞാൻ പരാതി കൊടുത്താൽ നാളെ സ്റ്റേഷനിലേക്ക് എന്നെ വിളിച്ചിട്ട് നാളെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പോകേണ്ടി വരുമോ എന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാസ് പെറ്റീഷനാണ് കൊടുക്കുന്നത്. ആ മാസ് പെറ്റീഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഒപ്പിട്ട് കൊടുത്ത് DYSPക്ക് മുതൽ തുടങ്ങുക. ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളോടൊപ്പം നിൽക്കാം. ബാക്കി നിയമപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ വക്കീൽ ഇവിടെ വിളിച്ചിട്ടുണ്ട്. വക്കീൽ ബാക്കി കാര്യങ്ങൾ പറയും. ജില്ലാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ജില്ലാ മിഷൻ ഓഫീസറെ ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ അഭിലാഷ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ജില്ലാ മിഷൻ ഓഫീസർ കുടുംബശ്രീയുടെ. അദ്ദേഹവുമായിട്ട് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് പരാതിയുള്ളത് എന്താണോ അത് കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ ഓഫീസർക്ക് കൂടി കൊടുക്കാൻ. അപ്പോൾ നമ്മളിവിടെ മാസ് പെറ്റീഷൻ തയ്യാറാക്കുന്നത് ജില്ലാ മിഷൻ ഓഫീസർക്കും കൊടുക്കാം. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടത്തേണ്ടത് അവർ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിവിടെ വന്ന് നമ്മൾ തമ്മിൽ സംഗമിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടുള്ള നമ്മൾ കൊടുത്ത തുക തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നമുക്ക് മുമ്പോട്ട് പോകാം. അതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. നമ്മുടെ പ്രദേശത്തെ എല്ലാ പഞ്ചായത്തിലെയും നല്ലൊരു ശതമാനം ആളുകളെ ഒരു പ്രത്യേക വിഭാഗം തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിച്ചിരിക്കുക. 60,000 രൂപ വീതം വാങ്ങി 1,20,000 രൂപ വിലയുള്ള പുതിയ ആക്റ്റീവ നൽകാമെന്നാണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അതാണ്. എന്നാൽ കൊടുത്ത 60,000 രൂപയുമില്ല, ബൈക്കുമില്ലാത്ത ഒരു സ്ഥിതിയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ഇത്തരത്തിൽ ആക്ഷേപമുള്ളവരുടെ ഒരു യോഗം വിളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നലെ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ വഴി ഒരു പ്രചരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യോഗം നടന്നാൽ ഓരോ വ്യക്തിയോടും 60,000 രൂപ വെച്ച് വാങ്ങിയവർ പിടിക്കപ്പെടും. അവർക്കെതിരായി പണം കൊടുത്തവരുടെ ഒരു പ്രതിഷേധം ഉണ്ടാവും എന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രതിഷേധം വരാതിരിക്കുന്നതിന് വേണ്ടി ഇന്നിപ്പോൾ ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു വക്കീൽ അവരുടെ ആഫീസിലേക്ക് എല്ലാവരെയും കൂടി വിളിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടല്ല. പണം നഷ്ടപ്പെട്ടവരുടെ പണം കിട്ടാനാവശ്യമായ നിയമപരമായ നടപടി എടുക്കുക എന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേക ഏജൻസി കബളിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ പഞ്ചായത്തിൻ്റെയും CDS ചെയർപേഴ്സൺമാരും അല്ലെങ്കിൽ CDSുമായി ബന്ധപ്പെട്ടവർ
നിങ്ങളെ സമീപിച്ചു എന്നതുകൊണ്ടാണ് വിശ്വാസ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ആ ഏജൻസിക്ക് വേണ്ടി കൗളിപ്പിച്ചത് നിങ്ങളെ എന്നും കണ്ട് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി നിൽക്കേണ്ട, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തനം സംഘടിപ്പിക്കേണ്ട അതാത് പഞ്ചായത്തിലെ CDS ചെയർപേഴ്സന്മാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് രമ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജില്ലാ മിഷൻ്റെ മേധാവിക്ക് പരാതി കൊടുക്കണം. അതുമാത്രവും പോരാ, അങ്ങനെ നാട്ടിലുള്ളവരെ കൗളിപ്പിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ പറ്റി, വിഹിതം പറ്റി ഇപ്പോഴും ജില്ലാ മിഷൻ്റെ അംഗീകാരമുണ്ട് എന്ന് പറയുന്ന CDS ചെയർപേഴ്സൺമാരും അതിൻ്റെ ആളുകളും അതേ രൂപത്തിലിരിക്കുകയാണ്. അവർ പറയുന്നത് നിങ്ങൾ പണം ചോദിക്കുമ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറയുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ ആഫീസ് എവിടെയാണോ അതാത് പഞ്ചായത്തിൻ്റെ മുൻപിലേക്ക് പണം കിട്ടാനുള്ളവർ പരാതിയുമായി പ്രതിഷേധവുമായി പോകണം. ഇവിടെ എത്തിയിട്ടുള്ള പഞ്ചായത്തിൻ്റെ ആളുകൾ കഴിയുമെങ്കിൽ നാളെ കഴിഞ്ഞ് തന്നെ അത്തരത്തിലൊരു പ്രതിഷേധം പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ ചെയർപേഴ്സൻ്റെ ആഫീസിന് മുമ്പിൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള സാധാരണക്കാരുടെ പണം തട്ടിയ ഒരാൾ ഒരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യമുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ തട്ടിപ്പിന് വേണ്ടി CDSനെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. അവരുടെ പേരിൽ മാതൃകാപരമായ നടപടി ഉണ്ടാവണം. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഞാൻ ഇടയ്ക്കിറങ്ങിപ്പോയി നിങ്ങൾ DYSPയുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു. അദ്ദേഹം പരാതി തരുന്ന എല്ലാവരുടെയും പരാതി സ്വീകരിച്ച് കേസെടുക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ട് ഇവിടെ പരാതി തയ്യാറാക്കുന്നുണ്ട്. പരാതി തയ്യാറാക്കി കഴിഞ്ഞാൽ ഇന്ന് തന്നെ DYSPയെ കണ്ട് നമുക്ക് പരാതി കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒപ്പിടുക. പരാതി തയ്യാറാക്കി കഴിഞ്ഞാൽ DYSP പാലായിലുണ്ടെങ്കിൽ പാലായിൽ പോയി കാണാം. അതല്ല ചിലപ്പോൾ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈരാറ്റുപേട്ടയിൽ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പോൾ പരാതി തയ്യാറാക്കി ഇന്ന് തന്നെ DYSPയെ കണ്ട് നിയമപരമായി നമുക്കാരെ കൊല്ലാനും അടിക്കാനും ഒന്നും പറ്റുമോ? പറ്റുമെന്ന് പറയുമ്പം പറ്റും. അതിന് ശേഷിയുള്ളവരാണ് നിങ്ങൾ. നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. മറ്റൊന്ന്, നിയമം അനുവദിച്ച് നമ്മളാരെയും തല്ലുവോ കൊല്ലുകയോ ചെയ്താൽ നമുക്ക് പണം കിട്ടുമോ? നമുക്ക് പൈസ കിട്ടില്ലെന്ന് മാത്രമല്ല നമ്മുടെ മക്കളെ അനാഥമാക്കിക്കൊണ്ട് നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് അത്തരമൊരു കാര്യമല്ല. നിയമപരമായി ഈ കാര്യങ്ങൾ നീങ്ങുകയും കുറ്റം ചെയ്തവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പണം വാങ്ങിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പേരിൽ ഒരു പിരിവും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ പ്രതിഷേധവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പണമുണ്ടാവണം, ധനം തരണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കും 1 രൂപയും ഇപ്പോൾ തന്നെ 60,000 രൂപ വെച്ച് പോയില്ലേ, നഷ്ടപ്പെട്ടോ? ഇനിയും 1 രൂപ കൂടി നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല. ആരെങ്കിലും ചോദിച്ചാൽ അതിന് കൊടുക്കാനും പാടില്ല. കാരണം 60,000 രൂപയുടെ കൂടി 1 രൂപയാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ 60,000 രൂപ കഴിഞ്ഞ് 1 രൂപ കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടാനാണ് പോകുന്നത് എന്നതുകൊണ്ടാണ്. അല്ലാതെ തന്നെ സൗജന്യമായി പണം നഷ്ടപ്പെട്ട എല്ലാ വിഭാഗം, അത് രാഷ്ട്രീയമേതാവട്ടെ വിശ്വാസമേതാവട്ടെ, അവരുടെ എല്ലാം താല്പര്യം സംരക്ഷിക്കാൻ ഞങ്ങൾ പൊതുപ്രവർത്തകരാണ്. നാട്ടിലുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് നിങ്ങളോടൊപ്പം നിൽക്കും എന്നതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ടാകും, നിങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വന്നിരിക്കുന്ന പ്രതിസന്ധിയെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു. നമുക്കിവിടെ 2 കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഒന്ന്, നമ്മളെ കബളിപ്പിച്ച ആൾക്കാർ, അതോ ഓരോ പഞ്ചായത്തിലും ഓരോ ആളുകളാണ്. ഇതിൻ്റെ എല്ലാം മുകളിൽ അനന്തു കൃഷ്ണൻ എല്ലാം ഉണ്ട്. അപ്പം അവർക്കെതിരെ ഒരു നിയമ നടപടി ഉണ്ടാകണം. അതുകൊണ്ട് മാത്രം നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കില്ല. നമ്മൾ കൊടുത്ത 60,000 രൂപ അത് തിരികെ കിട്ടാനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, ഈ അനന്തു കൃഷ്ണൻ്റെ വക പേരിലുള്ള 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് അറിയുന്നത്, പത്രത്തിൽ കാണുന്നത്. അത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ കൊടുത്ത തുക അവരുടെ പല അക്കൗണ്ടുകളിലും പൂർണ്ണമായ രൂപത്തിലല്ലെങ്കിലും കുറേ കാണും. അതുപോലെ തന്നെ ഈ അനന്തു കൃഷ്ണന്
സ്വത്തുക്കൾ ഉണ്ടാകാം. അതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. അത് ജപ്തി ചെയ്ത് സർക്കാരിനെ കൊണ്ട് ജപ്തി ചെയ്യിച്ച് ആ പണം നമുക്ക് വിതരണം ചെയ്യിക്കാൻ ആവശ്യമായ നടപടികൾ നിയമപരമായും നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ ജോയി പറഞ്ഞതുപോലെ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ഇനിയും പണം മുടക്കേണ്ടി വരുമോ? വേണ്ട. പണം മുടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ ആലോചിക്കുന്നത്. ഇത്രയും 60,000 രൂപ നഷ്ടപ്പെട്ട സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇനിയും പണം വേണം, അങ്ങനത്തെ ഒരു പരിപാടിയെ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ നിയമപരമായും അതോടൊപ്പം തന്നെ മറ്റ് സമ്മർദ്ദതന്ത്രങ്ങളും പ്രയോഗിച്ച് നമുക്ക് പണം തിരികെ വാങ്ങാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവർ വലിയ ചീറ്റിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. നിയമത്തിൻ്റെ ഭാഷയെ പറയുമ്പോൾ ചീറ്റിംഗ് ആണ്. അതുപോലെ തന്നെ വിശ്വാസവഞ്ചന. ഇത് അനുസരിച്ച് കേസുകൾ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പോലീസ് എടുക്കേണ്ടി വരും. അതെടുപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള സമീപനം പാർട്ടി എന്നുള്ള നിലയിൽ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കൂടുതൽ ശക്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തെ സംശയം വേണ്ട. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അരുവിത്ര പള്ളിയുടെ മുമ്പിലോ മറ്റോ കുറേ ആളുകളെ കൂടുന്നുണ്ട്. അത് വിളിച്ചു കൂട്ടുന്നത് ആര്? അത് ഈ തട്ടിപ്പ് നടത്തിയ ആളുകളുടെ ഏജൻറ്റുമാരാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ തട്ടിപ്പ് നടത്തിയ ഏജൻറ്റുമാരെ ഇവരെ വിളിച്ചു കൂട്ടുന്ന സ്ഥിതി വരുന്നതിന് ഉദ്ദേശം വേറെയാണ്. അത് മാത്രവുമല്ല, തൊടുപുഴക്കാരനേതോ വക്കീല് 5,000 രൂപ വേണമെന്ന് പറഞ്ഞു എന്ന് കേട്ടു ഓരോ ആളുകളും. ഇനി ഇതിൻ്റെ നിയമ നടപടികളും കേസ് കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടി അത്രയും തുക കൂടി വേണമെന്ന് പറഞ്ഞതായിട്ട് അറിയുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞ കാര്യമാണ്. അത് എത്രമാത്രം ശരിയാണ് എന്നൊന്നും അറിയത്തില്ല. വക്കീലിൻ്റെ പേരൊന്നും കേട്ടില്ല. ഇപ്പോൾ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ, ഇവിടെയല്ല അപ്പുറത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിൽ ഏതോ ഒരു അശ്വതി വക്കീൽ വരുന്നു എന്നാണ് കേൾക്കുന്നത്. ഈരാറ്റുപേട്ട അങ്ങനെ ഒരു അശ്വതി വക്കീലില്ല. പുറത്തുനിന്ന് ഏതോ ആകാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആളുകളെ കൊണ്ടുവന്ന് വീണ്ടും മറ്റൊരു വഞ്ചന കൂടി നടത്താനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ട് നിങ്ങളുടെ പണം യാതൊരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് അതിനനുസൃതമായ പരിപാടികൾ നമ്മൾ നീക്കണം. സ്വാഭാവികമായിട്ട് നിയമപരമായ കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇതിനെതിരെ നല്ലപോലെ ശബ്ദിക്കേണ്ടി വരും. അതിനു പകരം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഒപ്പിട്ട് കൊടുത്തു എന്നതുകൊണ്ട് മാത്രമാവില്ല. നമ്മൾ ഈ ചെയർപേഴ്സൻ്റെ മുമ്പിലേക്കും ഒക്കെ ഓഫീസിൻ്റെ മുമ്പിലേക്കും ഒക്കെ പ്രകടനം ആയി ചെന്ന് നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടി വരും. അത് ഓരോ പഞ്ചായത്തിലും പ്രത്യേകം നടത്താൻ നമുക്ക് ഏറ്റവും വേഗം ഒരു തീയതി നിശ്ചയിച്ച് വേണം ഇവിടെ നിന്ന് പിരിയാൻ. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന 3-4 പഞ്ചായത്തിൽ നിന്നുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. ഓരോ പഞ്ചായത്തിലും അല്ലെ മുനിസിപ്പാലിറ്റിയിലും ഇത്തരം കാര്യങ്ങൾ നിവേദനം ഒപ്പിടിയിപ്പിക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന 1-2 ആളുകളെങ്കിലും മുന്നോട്ട് വരണം. ഈ പ്രസ്താവന ഇവിടെ ഉണ്ടാക്കിയാൽ പോരല്ലോ. നിവേദനം ഉണ്ടായാൽ അത് താഴെ അതാത് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും ഒപ്പിടിയിപ്പിക്കാൻ നമുക്ക് കഴിയണം. ഈ അബദ്ധം പറ്റിയ ആളുകളെ കൊണ്ട് ഒപ്പിടിയിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ നിങ്ങളവിടെ ഒപ്പിട്ട് കൊടുത്ത കുറേ പേപ്പറുകളുടെ പകർപ്പ് നിങ്ങളുടെ കൈവശമുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഇവിടെ തന്നിട്ട് പോകണം. ആ ഫോട്ടോ കോപ്പിക്കകത്ത് സേതുവിൻ്റെയിലുണ്ടോ? അത് ഉണ്ട്, കോപ്പിയുണ്ട്. അപ്പം അതും കൂടി നമുക്ക് പരിശോധിച്ച് വേണം നീങ്ങാൻ. നിർബന്ധമായിട്ടും എല്ലാവരും ഇക്കാര്യത്തിൽ സഹകരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ ഒരു പഞ്ചായത്തിൽ നിന്ന് ചിലപ്പോൾ 2 പേരെ ഇവിടെ ഇപ്പം വന്നിട്ട് കാണുകയുള്ളൂ. ബാക്കി ആളുകളെ കൂടി നമുക്ക് സഹകരിപ്പിക്കാനുള്ളൊരു ശ്രമം കൂടി ഇതിൽ നടത്തണമെന്നാണ് എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. നിയമപരമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ കിട്ടാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പണം യാതൊരു കാരണവശാലും നഷ്ടപ്പെടില്ല. ഇത് ഞങ്ങൾ വക്കീലന്മാരാകുമ്പോൾ ഇതെല്ലാം ഫീസിന് വേണ്ടിയാണ് ധരിക്കേണ്ട. ഫീസ് ഒന്നും വേണ്ട. CPM-ൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ള വിവിധ പഞ്ചായത്തുകളും
അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെയുമായിട്ടുള്ള ഒട്ടേറെ വനിതകൾ ആഫീസിലെത്തിച്ചേരുന്ന സ്ഥിതിയുണ്ടായി. അവരെല്ലാവരും പറഞ്ഞത് 1,20,000 രൂപയുടെ ആക്റ്റീവ 60,000 രൂപ തങ്ങൾക്ക് തന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം എല്ലാവർക്കും പുതിയ ബൈക്ക് നൽകാമെന്നാണ് പറഞ്ഞത്. കേരളത്തിലിപ്പോൾ ഒരു തട്ടിപ്പ് നടന്നു, പത്രത്തിലൊക്കെ പേര് വന്നിട്ടുണ്ട്. അനന്തുകൃഷ്ണൻ എന്ന് പറയുന്നയാളാണ്. അയാൾക്ക് വേണ്ടിയിട്ടാണ് ഈരാറ്റുപേട്ട പ്രദേശത്തും ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ വന്നിട്ടുള്ള വനിതകളെല്ലാവരും അവരുടെ അക്കൗണ്ടിൽ നിന്നും ബന്ധപ്പെട്ട വാഹന ഉടമകളുടെയും ഏജൻസികളുടെയും പേരിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ രേഖകൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ കുറേ ആൾക്കാർ പരാതി നൽകി. ആ പരാതി നൽകുമ്പോൾ ആരെല്ലാമാണ് കുറ്റക്കാരെന്ന് കണ്ടുപിടിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് തയ്യാറാവാതെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ആൾക്കാരോട് നിങ്ങൾ ആ വെള്ളക്കടലാസിലൊരു പേരും മൊബൈൽ നമ്പരും എഴുതി വെച്ചിട്ട് എന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും അനന്തകൃഷ്ണനെ അറിയില്ല, ആരെല്ലാമാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നറിയില്ല. അപ്പോൾ അനന്തകൃഷ്ണനാണെങ്കിൽ അനന്തകൃഷ്ണൻ, അതല്ല ഇതിൻ്റെ പിറകിലുള്ളത് ആരെല്ലാമാണോ അവരെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് പണം നഷ്ടപ്പെട്ട ഒരാളുടെ പോലും പണം നഷ്ടപ്പെടാതെ തിരിച്ചു നൽകുന്നതിനുള്ള സമീപനം ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. കേരളത്തിൽ ഇത്തരത്തിലുള്ള ചൂഷണം ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കില്ലാത്ത ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഭരണമാണ് നിൽക്കുന്നത്. അപ്പോൾ അറിയുന്നൊരു സംഭവം, ഈ മുനിസിപ്പാലിറ്റിയിലെയും അതോടൊപ്പം തന്നെ ഈരാറ്റുപേട്ട ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളുടെയും കുടുംബശ്രീയുടെ ചുമതലക്കാരായിട്ടുള്ള ആൾക്കാരും ഇവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കൂടിയിട്ടുണ്ട്. ചെയർപേഴ്സന്മാർ, അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾ, ഇവരെല്ലാം ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്കാർക്കും മറ്റുള്ളവരെ പരിചയമില്ല. ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ചെയർപേഴ്സൻ്റെ ആൾക്കാർ ഞങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പണം നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ നാട്ടിലൊരു തട്ടിപ്പ് നടക്കുമ്പോൾ പാവങ്ങളായിട്ടുള്ളവരോട് സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്നതിന് പകരം അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിലൊരു കൊടും ചതിയിൽ പെടുത്തത് ഏറ്റവും ക്രൂരവും നീചവുമായ സംഭവമാണ്. അതുമായി പരാതിയുമായി ചെല്ലുമ്പോൾ ആ പരാതി സ്വീകരിച്ച് വ്യക്തത വരുത്തി അവർക്ക് ആശ്വാസം നൽകുന്ന നടപടി പോലീസ് അധികാരികൾ സ്വീകരിക്കണം. ഇവർ ഒറ്റയ്ക്ക് വന്നപ്പോൾ അങ്ങനെ ലഭിച്ചിട്ടില്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാലാ DYSP വിളിച്ചിരുന്നു. അദ്ദേഹം വളരെ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയിൽ വിവിധ പഞ്ചായത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ കൂടി കൂട്ടിച്ചേർത്ത് DYSP കണ്ട് ഇപ്പോൾ തന്നെ പെറ്റീഷൻ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, ആരെല്ലാമാണോ കുറ്റക്കാർ അവരുടെ എല്ലാം പേരിൽ നിയമപരമായ നടപടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കും. അത് പോലീസും തയ്യാറാണെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ വരെ എടുത്ത പോലീസിൻ്റെ സമീപനത്തിൽ നിന്നും വലിയൊരു മാറ്റമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അവിടെ വാ ഇവിടെ വാ എന്ന് പറയല്ല, രേഖകൾ സ്വീകരിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട എല്ലാ അധികാരികളും സമീപനം സ്വീകരിക്കണം. ഏതെങ്കിലും ചെയർപേഴ്സൺമാർ, അതിലെ അംഗങ്ങൾ ഇത്തരത്തിൻ്റെ പ്രചാരകരായി ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇരിക്കുന്ന കസേരയിൽ പ്രതിനിധികളായി, വനിതകളുടെ പ്രതിനിധികളായി ഇരിക്കാൻ യോഗ്യരല്ല എന്നുകൊണ്ട് ജില്ലാ മിഷൻ്റെ അധികാരികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട്. ജില്ലാ മിഷൻ്റെ അധികാരികൾ അവരെ അടിയന്തരമായും സസ്പെൻഡ് ചെയ്ത് അവരുടെ രാജി ആവശ്യപ്പെടുകയും അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ നാട്ടിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരെല്ലാം ചെയർപേഴ്സൻ്റെ ആൾക്കാരായിരുന്നാൽ വീണ്ടും പാവപ്പെട്ട വനിതകൾ തട്ടിപ്പിനിരയാകുമെന്നതുകൊണ്ട് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു വിവരം, പഴയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള ഓമന ഗോപാലൻ ഇതിൻ്റെ സോണൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞ കാര്യം. ആ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നാണ് വിശ്വസനീയമായി നമുക്ക് തോന്നുന്നത്. ശരിയാണെങ്കിൽ അങ്ങനെ ഒരു ജനപ്രതിനിധിക്ക് ഒരു നിമിഷം പോലും ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യതയില്ല, നടപടിയെടുക്കണം, അവർ സ്വയം രാജിവെക്കണം. ഇവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കോൺഗ്രസ് പാർട്ടി. കേരളത്തിൽ നല്ല പേരോട്ടമുള്ള ജനകീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ ജനപ്രതിനിധികൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വനിതകൾ വിശ്വസിക്കാതിരിക്കും?
അതുകൊണ്ട് അവർക്കിതിൽ പങ്കുണ്ടെങ്കിൽ ഏറ്റവും ഗൗരവമായ സംഭവമാണ്. അതുകൊണ്ട് അധികാരികൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതുകൂടി ഉൾപ്പെടുത്തി വേണം നടപടി സ്വീകരിക്കാൻ. അങ്ങനെ ഉണ്ടെങ്കിൽ സ്വയം രാജിവെക്കുകയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ആ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ പുറത്താക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും. ചില കരുതലുകൾ ബന്ധങ്ങൾ പോലെ അമൂല്യങ്ങളാണ്. പഴയരി ഗോൾഡ്, തലമുറകൾ കൈമാറിയ ആത്മബന്ധം. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ ഈരാറ്റുപേട്ടയിലും. ഡൽഹി, കൊൽക്കത്ത, ബോംബെ, സൂറത്ത്, അഹമ്മദാബാദ്, ഈറോഡ്, തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു. ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം. 3/4 ഷോർട്സ്, ലേഡീസ് പല്ലാസോ, ലെഗിൻസ് 79 രൂപയ്ക്ക്, മെൻസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് കുർത്തി, ടോപ്പ്, ലെഗിൻസ്, ജഗ്ഗിൻസ്, സ്കേർട്ട് 99 രൂപയ്ക്ക്, ലേഡീസ് ടീഷർട്ട് 99 രൂപയ്ക്ക്, ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് 49 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ്, ബ്ലാങ്കറ്റ് 99 രൂപയ്ക്ക്, കിഡ്സ് ഷോർട്ട് 19 രൂപയ്ക്ക്, മെൻസ് കാഷ്വൽ ഷർട്ട് 149 രൂപയ്ക്ക്, മാറ്റ് 19 രൂപയ്ക്ക്. ഈ വിറ്റഴിക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം. ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു. വസ്ത്രമഹാത്ഭുതം, പുളിക്കൽ ആർക്കേഡ്, സെൻട്രൽ ജംഗ്ഷൻ, നിയർ അരുവിത്തുറ ബ്രിഡ്ജ്, ഈരാറ്റുപേട്ട. ആലപ്പാട് ഗോൾഡ് നിയർ റിലയൻസ് ട്രെൻഡ്സ്, KK റോഡ്, മുണ്ടക്കയം. IT Future, MKK Tower, near KSRTC bus stand, ഈരാറ്റുപേട്ട. എമർജ് ഐ ആൻഡ് ENT ഹോസ്പിറ്റൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, ഈരാറ്റുപേട്ട.